ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ ആശയവിനിമയം വളരെ അത്യാവശ്യമാണ്. ആശയവിനിമയ ശൃംഖലയുടെ സമഗ്രമായ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ അമേരിക്കയിലും ഫ്രാൻസിലും നടന്ന വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആധുനിക ജനാധിപത്യം രൂപപ്പെട്ടത്. അതിനു മുൻപ് ആഥൻസ് പോലുള്ള മറ്റു ചെറിയ സമൂഹങ്ങളിൽ ജനാധിപത്യം നിലനിന്നിരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ പാർട്ടിയുടെ മാത്രമല്ല, ആ മണ്ഡലത്തിലെ സർവരുടെയും പ്രതിനിധിയാണ്. അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മാത്രമല്ല, ആ സംസ്ഥാനത്തിൻ്റെ സർവ്വ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്, ആ രാജ്യത്തിലെ സർവ്വ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. ഈ മന്ത്രം ആത്മാർത്ഥമായും സത്യസന്ധമായും ഏറ്റെടുത്തില്ല എങ്കിൽ ജനാധിപത്യം അപകടത്തിലാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ നയങ്ങളും ജനപ്രതിനിധികൾ തമ്മിലുള്ള സമഗ്രമായ ക്രിയാത്മകരമായ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ എടുത്ത ആ തീരുമാനം കൊണ്ട് ആ രാജ്യത്തിലെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിലെ ദരിദ്രരായ അല്ലെങ്കിൽ അശക്തരിൽ അശക്തനായ ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യവുമല്ല.